ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഐഷ, പാൻഡോക്സ് മീഡിയ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എമ്പുരാൻ മൂവിയെ പറ്റിയാണ്. മാർച്ച് 27-ാം തീയതി സാത്താന്റെ താണ്ഡവം കാണാൻ നിങ്ങളെ പോലെ ഞാനും ആകാംക്ഷയിലാണ്. ട്രെയിലർ കണ്ട് നിങ്ങളെ പോലെ ഞാനും അമ്പരന്നിരിക്കുകയാണ്. രാജുവേട്ടന്റെ ബ്രില്യൻസും ലാലേട്ടന്റെ മാസ്മരിക പ്രകടനവും എമ്പുരാനിലുണ്ടെന്ന് 100% ഉറപ്പാണ്. ഒരുപാട് സസ്പെൻസുകളാണ് രാജുവേട്ടൻ എമ്പുരാനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ സസ്പെൻസുകളെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട് മാസങ്ങളായി. രാജുവേട്ടൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പ്രകാരം എമ്പുരാൻ ക്ലൈമാക്സിന് ശേഷം സ്ക്രീനിലെത്തുന്ന സൂപ്പർ താരത്തെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ. ഈ സൂപ്പർ താരത്തെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാടാണ്. അമീർ ഖാൻ ആണോ, ദുൽഖർ സൽമാൻ ആണോ, ഉണ്ണിമുകുന്ദനാണോ, ഷാറുഖ് ഖാൻ ആണോ, അങ്ങനെ ഒരുപാട്. എനിക്ക് ചില ഡൗട്ട് ഉണ്ട്. പൊങ്കാലിട വന്നില്ലെങ്കിൽ ഞാൻ ആ പേരുകൾ പറയാം. എന്റെ ഊഹങ്ങളാണ്. 2 പേരുകളുണ്ട്. ഒന്നെങ്കിൽ രജനികാന്ത് അല്ലെങ്കിൽ മമ്മൂക്ക. ഈ 2 പേരുകൾ പറയാൻ കാരണങ്ങളുമുണ്ട്. കാരണങ്ങൾ മറ്റൊന്നുമല്ല, സിനിമയുടെ ട്രെയിലർ കാണിക്കാനായി ചെന്നൈ രജനി സാറിനെ കാണാനായി രാജുവേട്ടൻ ചെന്നിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ വിജയത്തിനായി ശബരിമലയിൽ ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് വേണ്ടി വഴിപാട് നടത്തിയിരുന്നു. ഇതൊക്കെ എന്റെ സംശയങ്ങളാണ്. എന്തായാലും എന്ത് വന്നാലും രാജുവേട്ടൻ തരുന്ന സസ്പെൻസുകളെ 2 കൈയും നീട്ടി സ്വീകരിക്കാം. അപ്പോ മാർച്ച് 27-ന് എമ്പുരാൻ കാണാൻ ആരും മറക്കരുത്. ഫാൻ ഷോയിൽ ഞാനും ഉണ്ടാകും. സൈനിങ് ഓഫ്, ഐഷ, പാൻഡോക്സ് മീഡിയ.